നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 556th day. Today Pradhamaskanda 2nd chapter 27th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 556 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. രജസ്തമപ്രകൃതയ സമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദിൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. ഓം തത്സത്. രജസ്തമപ്രകൃതയ സമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദിൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. ഓം തത്സത്. രജസ് തമസ് എന്നീ പ്രകൃതികളോട് കൂടിയിട്ടുള്ളവർ, അതായത് രജോ ഗുണം എല്ലാ ഐശ്വര്യവും വേണം, എല്ലാവിധത്തിലുള്ള ലൗകിക സൗഖ്യങ്ങളും വേണമെന്ന് കരുതുന്നവരും, തമോ ഗുണം മറ്റുള്ളവരെ ദ്രോഹിക്കണം, സ്വന്തമായിട്ട് അധ്വാനിക്കാതെ സമ്പത്ത് സമ്പാദിക്കണം എന്നുള്ള അങ്ങനെയുള്ള ബുദ്ധികളുള്ളവരും, അതേ സമാന സ്വഭാവമായിട്ടുള്ള ശ്രീ, അതായത് മഹാലക്ഷ്മിയൊക്കെ ഭജിക്കുന്നത് ധനത്തിന് വേണ്ടിയാണ്. അപ്രകാരം സ്വഭാവമുള്ള രജസ്തമോ ഗുണമുള്ള ദേവന്മാരെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. രജസ്തമോ ഗുണമുള്ള ദേവന്മാരാണ് ബ്രഹ്മാവ്, ഭൂതഗണങ്ങൾ, പിതൃക്കൾ, മറ്റു നമ്മൾ ഭജിക്കുന്ന തെയ്യങ്ങൾ പോലുള്ള സാധാരണ മനുഷ്യർ, ദൈവങ്ങൾ, അങ്ങനെയുള്ളവരെയൊക്കെ രജസ്തമോ ഗുണമുള്ളവർ, സമാനശീലമുള്ളവർ അവരുടെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് ഭജിക്കുന്നു. അങ്ങനെ ഭജിക്കുന്നത് വളരെ പ്രസിദ്ധവുമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സാത്വിക ഗുണം ഉള്ള ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമാണ് എപ്പോഴും നിരന്തരമായിട്ടുള്ള മുക്തി ലഭിക്കുക. അതുകൊണ്ട് അപ്രകാരമുള്ള മോക്ഷം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള രജസ്തമോ ഗുണങ്ങളുള്ള ഘോരരൂപികളായിട്ടുള്ള ദൈവങ്ങളെ ഭജിക്കാതെ ആ ഭഗവാനെ തന്നെ ഭജിക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, എന്നാൽ രജസ്തമോ ഗുണമുള്ളവർ സമാനശീലമായിട്ടുള്ള ദേവന്മാരെ ഭജിക്കുന്നു. അവർക്ക് സന്താനം, സൗഭാഗ്യം, ഐശ്വര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ സമ്പത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങൾക്കും മറ്റ് ലൗകിക സുഖങ്ങൾക്കും വേണ്ടി ഏതേത് ദൈവന്മാരെ ഭജിച്ചാലാണോ അത് സാധിക്കുക, അപ്രകാരമുള്ള ദൈവങ്ങളെ അപ്രകാരമുള്ള ഗുണങ്ങളുള്ളവർ ഭജിക്കുന്നു. അങ്ങനെ ഭജിക്കാതെ ഇല്ല എന്നാണ് പറയുന്നത്. സാത്വിക ഗുണമുള്ള മാത്രമല്ല, സാത്വിക ഗുണത്തോടു കൂടിയിട്ടുള്ള ദൈവത്തെ ഭജിക്കുന്നവർ മാത്രമല്ല, അവനവൻ്റെ ഗുണങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഭജിക്കുന്നവരും ധാരാളമായിട്ട് പ്രകൃതിയിൽ കാണാൻ കഴിയും എന്ന് ഈ ശ്ലോകത്തിലൂടെ സമർത്ഥിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. രജസ്തമപ്രകൃതയാ സമശീലാ ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവിധ സൗഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.